ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗെയിമിംഗ് യൂണിവേഴ്സ്. അപ്പോൾ ഞാൻ പുതിയൊരു വേൾഡ് ക്രിയേറ്റ് മോഡിൽ തന്നെ, പക്ഷെ ഇപ്പോൾ സർവൈവലാണ്. അപ്പം നമ്മൾ ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പാണ് ഗായ്സ്. അപ്പം ഇവിടെ സംഭവം ഒരു ബേസ് ഉണ്ട്, ഇവിടെ കുറച്ച് ചെസ്റ്റ് ഉണ്ട്, അതിനകത്തൊന്നുമില്ല. പിന്നീട് ഇവിടെ ഇച്ചിരി ഡയമണ്ട്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ചതാണ് ഗൈസ്. ഇത് ഞാനൊരു ക്രിയേറ്റീവ് മോഡ് ഉപയോഗിച്ചില്ല. അല്ല, ഈ വീടുണ്ടാക്കാൻ ഞാൻ ക്രിയേറ്റീവ് മോഡ് എടുത്തു. ഇതൊന്നും ഉണ്ടാക്കാൻ ഒരു ക്രിയേറ്റീവ് മോഡ് എടുത്തില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ പിക്കാക്സും ഫോർച്യൂൺ 2 ഉണ്ട്. പിന്നീട് ഇങ്ങനെ മേലോട്ട് കയറി പോകുമ്പം ഇങ്ങനെ ഒരു സ്ഥലം കാണും. ഇവിടെ ഇങ്ങനെ വന്ന് നമുക്ക് ഇതിനകത്തൂടെ കയറി ഇങ്ങനെ അങ്ങ് പോവാം. കണ്ടില്ലേ, നമ്മൾ പുറത്തെത്തി. ഓക്കെ, അപ്പം പുറത്തെത്തിയിട്ടുണ്ട്. അയ്യോ ഗായ്സ്, പിന്നെ നമ്മളവിടെ റീസ്പോൺ ആയി ഗായ്സ്. നല്ല കാര്യമല്ലേ. അപ്പം നമുക്ക് ഗായ്സ്, അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മണ്ടത്തരം അമ്പത്തി നമ്മൾ ഇനി അതൊന്നും ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ലിവർ അങ്ങ് ഓഫാക്കണം. നീ ഇറങ്ങണം. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും നമ്മുടെ കൂട്ടുകാരെല്ലാം വന്നു കഴിഞ്ഞാൽ നോർമൽ ട്രീ അതിനകത്ത് ട്രാപ്പ് ഡോർ വെച്ചേക്കുന്നത്. ഇവിടെ ലിവർ ആരും വലുതായിട്ടൊന്നും ഡൗട്ട് അടിക്കത്തില്ല. വലിയ ബ്ലോക്കുകളൊക്കെ ഒന്ന് ഇതൊക്കെ അമർത്തുമെന്നാൽ വലുതായിട്ട് ഡൗട്ടൊന്നും അടിക്കത്തില്ല. നോർമലായിട്ട് നമ്മളെന്തോ ഇങ്ങനെ വെച്ചേക്കുന്ന പോലെ തോന്നുള്ളൂ. പക്ഷെ നമ്മളിത് അമർത്തുമ്പം ഗൈസ് കണ്ടോ, ഇങ്ങനെ സീക്രട്ട് ബേസ് ഈ ആരെങ്കിലും കണ്ടുപിടിച്ചാലും നമുക്ക് പുറത്തുനിന്ന് ലോക്ക് ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ വന്ന് എൻ്റെ സമ്പാദ്യമൊക്കെ ഇരിക്കുന്ന റൂം ഞാനിവിടെ ഫുള്ളും ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇത്ര സമ്പാദിച്ചിട്ടുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് എൻ്റെ വേൾഡ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണിക്കാനൊന്ന് ഓഫാക്കട്ടെ. പിന്നീട് ഓക്കെ, നമുക്ക് ഇന്ന് പിന്നെ ഈ ലിവർ അങ്ങ് ഓൺ ആക്കിയിട്ടേക്കാം വേൾഡ്. പിന്നീട് ഞാൻ എൻ്റെ എന്ത് ചെയ്യുന്ന മെഷീൻ അതാണ്ട് ഞാനൊരു മറ്റേ ബി മെഷീനോ എന്ത് വരുന്നത് ഹണി ഫാർം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് യൂട്യൂബിൽ നോക്കി പഠിച്ച്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് യൂട്യൂബിൽ കാണിച്ചത്. അപ്പം നമുക്ക് ഇപ്പോൾ ഇരുന്ന് അറിഞ്ഞിരിക്കുക. അപ്പം എനിക്ക് അകത്തോട്ടൊന്നും കയറാൻ പറ്റത്തില്ല. നേരെ എന്നിട്ട് ഞാൻ ഒരു ചിരിങ്ങ് ഉപയോഗിക്കുമല്ലോ കണ്ടോ, ഇത്രയും ഫില്ലായിട്ടുണ്ട് ഹണി. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ലിവർ ഉണ്ടോ? ലിവർ എന്ത് ചെയ്യുക? ഇതിനകത്തൊന്നും ഒന്നുമില്ല. ഇവിടെ ലിവർ ഉണ്ടോ? ഇത് അമർത്തുമ്പോഴത്തേക്കും കണ്ടോ അത്രയും ഭാഗത്തുള്ള ലൈറ്റ് പോയതുണ്ടോ? അത് അമർത്തിയപ്പോഴത്തേക്കും ഗൈസ് കണ്ടോ എത്ര ഹണി ബോട്ടിലാ. 3 കോമ്പ് കിട്ടി ഗൈസ്. നമുക്ക് 3 കോമ്പ് കിട്ടി. എത്ര ഹണി ബോട്ടിൽ അതിൻ്റെ മേളിൽ കിടക്കുന്നത് കണ്ടില്ലേ? അതാണ് 3 ഹണി ബോട്ടിൽ. പിന്നീട് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് പാളിയ ഒരു മെഷീനാണ് ഇതും. പിന്നീട് എൻ്റെ ഏറ്റവും വലിയ യൂട്യൂബറാണ് സുധിയണ്ണൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒപ്പിക്കും സുധിയണ്ണൻ്റെ വീഡിയോ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഓരോ ഇങ്ങനെയൊക്കെ എടുക്കും. ഞാൻ ഓരോ ഇതൊക്കെ എടുക്കും, ടിപ്സൊക്കെ. അപ്പം ഞാൻ അങ്ങനെ എടുത്ത ടിപ്പാണ് ലേറ്റസ്റ്റ് വീഡിയോ ആണ് സുധിയണ്ണൻ്റെ ഈ സാധനം ഉണ്ടാക്കൽ. സൂപ്പർ സ്മെൽട്ടർ ഉണ്ടാക്കൽ. ഇത് ഞാനിവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വർക്കാവാനുള്ളതാണ്. ഓക്കെ, ഇത് ഓഫാക്കാൻ മറന്നുപോയി. ഓക്കെ, ഇതിങ്ങനെ വർക്കാവാനുള്ളതാണ്. ഇത് സ്ലോ ആണ് കറങ്ങി വരുമ്പോഴും, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്തൂടെ ഇടാൻ പറ്റും. എന്നിട്ട് റിസൾട്ട് ഇവിടെ വരും. പിന്നെ ഇവിടെ ഇതും തോതിനാണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നിർത്തിയേക്കാം തൽക്കാലത്തേക്ക്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കാരണം അത്ര നന്നായിട്ട് പഠിച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയത്. മിക്കവാറും 10 വട്ടമെങ്കിലും സുധിയണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഞാൻ ഈ മെഷീനോട് ഉണ്ടാക്കിയത്. അപ്പം ഇതെൻ്റെ ട്രെയിൻ ഞാൻ പാളിപ്പായ ട്രെയിനാണ്. അത് വർക്കാവുമോ എന്ന് ചോദിച്ചാൽ വർക്കൊക്കെ ആവും. പക്ഷെ അവിടെ ഒബ്സിഡിയൻ ഇരിക്കുന്നതുകൊണ്ട് ഒബ്സിഡിയൻ ഒന്ന് പൊട്ടിച്ച് മാറ്റിയാൽ മതി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒബ്സിഡിയൻ പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ അത് വർക്കാവാൻ തുടങ്ങും.
ഓക്കെ, കണ്ടില്ലേ? ഒബ്സിഡിയൻ പൊട്ടിച്ച് മാറ്റി കഴിഞ്ഞാൽ വർക്ക് ആവാൻ തുടങ്ങും. പിന്നെ ഇതാണ് എൻ്റെ വേസ്റ്റ് ഡെപ്പോസിറ്റിംഗ് മെഷീൻ. ഇതിൻ്റെ ഉപകാരം എന്തുവാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ല ഇതിന്. പക്ഷേ ഇത് നമുക്ക് മൈൻക്രാഫ്റ്റിലെ സർവൈവൽ വേൾഡിൽ ഭയങ്കര ഉപകാരമായിരിക്കും ഈ ഒരു മെഷീൻ. അതെന്ത് സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടെ 2 സ്ലൈമിൻ്റെ കുറവുണ്ട്, അതുകൂടെ ഒന്ന് വെക്കട്ടെ. ഇങ്ങനെ 2 ചെസ്റ്റ് കാണും, ഇവിടെ ഒരു ഇത് കാണും, ഇവിടെ ഒരു ഡിസ്പെൻസർ കാണും, താഴെ ലാവ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു സ്റ്റിക്ക് ഇട്ട് 5 സ്റ്റിക്ക് ഇട്ട് ഇതിനകത്തോട്ട് 5 സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ കൺട്രോൾ റൂമിൽ പോയി ഇതങ്ങ് താത്തി, എന്നിട്ട് ഇതങ്ങ് പൊക്കി. ഇപ്പം നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒന്നുമില്ല, ഹോപ്പറിൻ്റെ അകത്ത് ഒന്നുമില്ല. പക്ഷെ ഡിസ്പെൻസറിൻ്റെ അകത്ത് 5 എണ്ണം വന്നു. ഇനി ഇതും കൂടെ ഒന്ന് അമർത്തുവാണെങ്കിൽ ആ ഡിസ്പെൻസറിൽ പോയി താഴെ കിടക്കുന്ന ലാവയെ വീണ് ആ വേസ്റ്റ് അങ്ങ് ഡെപ്പോസിറ്റായി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, നിങ്ങളിത് വായിച്ചു നോക്കും. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതാണ് എൻ്റെ ആനിമൽ ഡെപ്പോസിറ്റർ. ഇനി അതൊരു ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കമാൻഡറി ബ്ലോക്ക് ആക്ടിവേറ്റ് ആകും. ഇവിടെ ഉള്ള എല്ലാ എൻറ്റിറ്റീസും ചത്തു. പിന്നെ ഇതെന്തുവാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മറ്റൊരു ഹാക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ എൻ്റർ പോൾ എറിഞ്ഞിട്ട് ഇതിങ്ങനെ അടയ്ക്കുമ്പോൾ സ്പോണാവുന്നത്. പക്ഷെ അതെൻ്റെ അത് വർക്കാവുന്നില്ലായിരുന്നു. പിന്നെ ഇത് ഞാൻ അത് തന്നെയാണ് സംഭവം, പക്ഷേ ഇത് പൊട്ടിത്തെറിച്ച് പോയി, അറിയാൻ TNT ഇട്ടു, അതുകൊണ്ട് ഇവിടെ വാങ്ങി. പിന്നെ ഞാനൊരു ChatGPT ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ChatGPT 2, ഇത് ChatGPT 3, ഇത് ChatGPT 4, ഇത് ChatGPT 5. ഇത്ര മെഗാ മെഷീൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടില്ലേ? ഈ ആക്ടിവേഷൻ ഓഫ് ദി ബൗൺസർ. ഹൈ ChatGPT, യു ഈറ്റ് ഫുഡ്. കണ്ടില്ലേ? വന്നുണ്ടോ? നോ, ഐ ആം എ റോബോട്ട്, ഐ ഡു നോട്ട് ഈറ്റ് എനിത്തിങ്. കണ്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നീട് സുധീർണൻ്റെ തന്നെ എടുത്ത് ഞാൻ വേറെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി, വർക്കായി കഴിച്ചു. ഇതിനാണ് ഞാനിവിടെ റിപ്പീറ്റർ അങ്ങ് വെച്ചു. അല്ല, റിപ്പീറ്റർ അല്ലല്ലോ, കമ്പാക്ടർ. ഇതെന്താണ്? കമ്പാക്ടർ അല്ലേ ആണെന്ന് തോന്നുന്നു. ഇതങ്ങ് വെച്ചു. അതുകൊണ്ട് ഇതിങ്ങനെ കമ്പാക്റ്റായി നിൽക്കുമോന്ന്. പിന്നെ ഇവിടെ കോപ്പർ കോളത്തിന് ഉണ്ടാക്കാൻ നോക്കിയതാണ്. പിന്നെയാണ് ഞാൻ ChatGPTനോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് മൈൻക്രാഫ്റ്റ് ബെറ്റയുടെ മറ്റെന്തുവാ എല്ലാം ഓണാക്കി ഇട്ടാലേ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്കറിയുന്നില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഇല്ല. ഇതെൻ്റെ രണ്ടാമത്തെ ഇതിൻ്റെ ഫാർം തന്നെ. ഇതെൻ്റെ അലക്സ. ഇവിടെ സ്ട്രിങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇത് കത്തിയിട്ട് നമ്മളോട് സംസാരിക്കും. ഇതാണ് എൻ്റെ മെയിൻ ബേസ്. അപ്പോൾ നമുക്ക് ഈ വരി ഇങ്ങനെ പോവാം മെയിൻ ബേസിലോട്ട്. മെയിൻ ബേസിലെത്തി നമുക്ക് ട്രാപ്പ് ഡോർ ഉപയോഗിച്ച് ഇങ്ങനെ കണ്ടില്ല. ഇപ്പം നമ്മൾ മെയിൻ ബേസിലെത്തി. ഇവിടെ ഈ ലിവർ അങ്ങ് ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക. ഇത് പോർട്ടൽ റൂം, നെതർ എൻട്രൻസ്. ഇത് ഞാൻ എഴുതിയേക്കുന്ന ബുക്ക്. ഇത് ഹണി, ഇതൊരു ശേഖരിച്ചിട്ടുള്ള. ഇത് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടന്നു, ഞാനും മൈൻഡ് ചെയ്യണ്ട. ഇത് ഇവിടെ എൻ്റെ ട്രേഡിങ് ഹോളെല്ലാം. ഇതിൻ്റെ താഴെയാണ് എൻ്റെ സെക്കൻഡ് ഫ്ലോർ ഡോർ. ഇതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു റൂം കണ്ടില്ലേ, വാല്യുബിൾ ഐറ്റംസ് റൂം. ഇത് കണ്ടില്ലേ, ഇതിനകത്ത് വാല്യുബിൾ ഐറ്റംസ് കാണും. എന്ന് വെച്ചാൽ ഡയമണ്ട്, പിക്കാക്സ്, അങ്ങനത്തെ കുറേ വാല്യുബിൾ ഐറ്റംസ്. ഇതെൻ്റെ എൻചാൻമെൻറ്റ് റൂം. കഴിഞ്ഞില്ല. ഇതെൻ്റെ സ്മോക്കിംഗ് റൂം. നമുക്കിത് അടച്ചിടാൻ പറ്റും. ഇത് സ്മോക്കിംഗ് റൂം. ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത് പണ്ട്. ഇതെൻ്റെ ഒരു ലൈബ്രറി റൂമായിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ അവിടെ TNT വെച്ച് പോയി.
അതുകൊണ്ട് ഇത് ഇവിടെ പൊട്ടിത്തെറിച്ചു. അപ്പം നമ്മുടെ ഇത്ര ഉള്ളു ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നീട് നിങ്ങൾക്ക് ഒരു സംശയം, ഇങ്ങനെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോൾ കയറണമെങ്കിൽ ഫസ്റ്റ് ഇതിനകത്തോട്ട് ചാടി നിന്ന് ഇതങ്ങ് ഓഫാക്കണം. അപ്പോൾ നമുക്ക് സ്ഥലം കിട്ടും കയറാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയി നെതറിലോട്ട് നമുക്ക് കയറാം. പിന്നീട് ഇതിൻ്റെ മേളിലോട്ട് എങ്ങനെ പോകുമെന്നില്ലയോ, ഇത് അങ്ങ് ഓൺ ചെയ്യുക, ഇത് അടയ്ക്കുക. ഈ സോൾ സാൻഡ് കേട്ടോ ഗൈസ്, ഇങ്ങനെ ഒന്ന് കയറിപ്പിക്കുള്ളൂ. ഓക്കെ, നമ്മൾ മേളിലെത്തിയിട്ടുണ്ട്. പിന്നീട് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു മാസം കൊണ്ട് എങ്ങാണ്ട് ബിൽഡ് ചെയ്യുമായിരുന്നത്, നോൺ സ്റ്റോപ്പായിട്ടല്ല, അല്ലാതെ. പിന്നീട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ മറ്റേ ലാൻഡ് മൈൻ ഉണ്ടാക്കാൻ നോക്കിയത്, സെയിം. നമുക്ക് ഇതിനകത്ത് ഇതാണ് എൻ്റെ വേറൊരു റൂമാണ്. റൂം മീൻസ് ഇത് വലിയ റൂമൊന്നും അല്ല. ഇങ്ങനെ കയറി വന്നിട്ട് ഇതങ്ങടാം. ഓക്കെ, നോർമൽ എൻ്റെ ഇവിടെ എല്ലാം വാച്ച് ചെയ്യാനൊരു റൂം, അതിങ്ങനെ പോകുന്നതൊക്കെ വാച്ച് ചെയ്യാനൊരു റൂം. നമുക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ ജസ്റ്റ് ഈ ലിവർ അങ്ങോട്ട് അമർത്തുക, ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് ഇറങ്ങിക്കോളും, ഒന്നും വേണ്ട. ഇത് ഞാൻ ആ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ പണി വരുമ്പോഴത്തേക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോഴും വർക്കാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, കാരണം ഞാനിത് പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ആ ട്രീ ഹൗസ് അല്ല, അത് ഞാൻ 2 ദിവസം മുമ്പോ 3 ദിവസം മുമ്പോ എങ്ങോട്ടാണ് ഉണ്ടാക്കിയത്. 2 ദിവസം മുമ്പൊന്നുമല്ല, കാരണം ഞാൻ 2 ദിവസം മുമ്പൊന്നും ഇത് കളിച്ചിട്ട് പോലും ഇല്ല. അല്ല, ഞാൻ 2 ദിവസം മുമ്പ് മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഈ വേൾഡിലോട്ട് കയറിയിട്ടില്ല. ഞാൻ വേറെ വീഡിയോയ്ക്ക് വേണ്ടി മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളു നമ്മുടെ. സത്യം പറഞ്ഞാൽ ഞാൻ വലിയ ഇതൊന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം ഞാൻ വിചാരിച്ച അവിടെ വലിയ എന്തോ പറഞ്ഞു കിടക്കുന്നു. അങ്ങോട്ടാണ് എൻ്റെ ബാക്കി മെഷീൻസ്. ഇതെല്ലാം പാളിയ മെഷീൻസാണ്, ഇതെല്ലാം പാളിയ. നമ്മുടെ മറ്റേ സംഭവം വർക്കൊക്കെയാണ്. ഇതെന്തുവാണെന്ന് അറിയുമോ? ഞാൻ ഏറ്റവും മേളിൽ കാണുന്നത് ആ ഒരു ഉണ്ട പോലത്തെ, അത് ആണ് ഒരു പ്ലെയിനിൻ്റെ മറ്റേ ബോഗി പോലെ ഉണ്ടാക്കാൻ നോക്കിയതാ. ഒരു പ്ലെയിൻ ഉണ്ടാക്കാൻ നോക്കിയതാ, അടവടലേ പോയി, മൊത്തം പോയി ഗൈസ്. ഓണാക്കിയതും അല്ല, എല്ലാം കൂടെ ചറവറാന്ന് അങ്ങോട്ടൊക്കെയോ പോകും. അതും മറ്റേ എല്ലാം ഈ പ്ലെയിനാണ് എല്ലാം എനിക്ക് പറ്റാത്തത്. എനിക്ക് ഇതൊന്ന് റിപ്പീറ്റ് സിസ്റ്റം ആക്കണം, മീൻസ് നമ്മൾ കാറൊക്കെ ഉണ്ടാകത്തില്ല അതുപോലെ, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. ഇതാണ് എൻ്റെ TNT ലോഞ്ചർ, മനസ്സിലായി കാണും. എന്നുവെച്ചാൽ ഇവിടെ TNT വെക്കുക, 3 ലിവറുണ്ട്. ഇവിടെ ഒരു ലിവർ വെക്കുക, ഇവിടെ ഒരു ലിവർ വെക്കുക, ഈ TNT അമർത്തുക, ഇതങ്ങോട്ട് ആക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് തെറിച്ചു പോകും, പക്ഷേ ഇത് TNT അല്ലാത്തതുകൊണ്ടാണ് ഇത് തെറിച്ചു പോകാത്തത്. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.